ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ, ചേച്ചിയുടെ വീട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് മോളെയും അവിടെ ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും പത്തനാപുരം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിള്ളേർക്ക് രണ്ടുപേർക്കും തുണിയൊന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. പാപ്പില് വേണോ അമ്മ തരാട്ടോ? പാപ്പില് എവിടെ കാണുന്നൊരു സ്പൂൺ ഞാൻ എടുത്തിട്ട് വന്നേ കഴുകി. അത് നോക്കിയപ്പോൾ ഇങ്ങനെ മാന്താൻ പറ്റുന്നുണ്ട്, ഇപ്പം എളുപ്പമാണല്ലോ. ഞങ്ങൾ ആപ്പിൾ അയച്ചിട്ടേ കാച്ചി, ഞങ്ങൾ ആപ്പിൾ അയച്ചിട്ടേ പറഞ്ഞേ, ഞങ്ങൾ ആപ്പിൾ അയച്ചിട്ടേ നല്ലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു തുഞ്ഞു ആവിയാന് കാച്ചി ആപ്പിൾ തിന്നോ അച്ഛനോട് പറഞ്ഞേ, കാച്ചി ആപ്പിൾ തിന്നോ അച്ഛാ പറഞ്ഞേ, കാച്ചി ആപ്പിൾ തിന്നോ. മോൻ ഞാൻ അവിടെ നിന്ന് ചേച്ചിയുടെ അവിടെ നിന്ന് ഒരു ആപ്പിളിൻ്റെ മുറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവന് കൊടുത്തു, അവനത് കുറച്ചകം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തനാപുരത്ത് എത്തിയപ്പോഴത്തേനും പൂരം തിരക്കെന്ന് പറഞ്ഞാൽ പൂരം തിരക്ക്. കാരണം ഇവിടെ ഉത്രാടപ്പാച്ചിൽ ആണല്ലോ. ഇവിടെ ഒന്നാമത് ഇത്രയും സ്ഥലമില്ല കേട്ടോ. റോഡിൽ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വണ്ടി വെച്ചേക്കും. ഞങ്ങൾ ഇങ്ങ് വണ്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് നടന്നു പോയത്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും സോഫിൽ തന്നെ കയറാമെന്ന്, അങ്ങോട്ട് മേല് വരെ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള കടയിൽ തന്നെ കയറി കേട്ടോ. ഞാനിപ്പം കാണിച്ചില്ലേ, കൈ കാണിച്ചു. അത് ഒരേപോലത്തെ രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചു ആദ്യമേ. ഏട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ട് അത് രണ്ടും എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിനകത്തോടെ ഞങ്ങളെ കാണാൻ പറഞ്ഞതിനകത്തോടെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പട്ടുപാവാട സെക്ഷനില്ലേ അവിടെ നിന്ന് പട്ടുപാവാട എടുക്കാമെന്ന്. അങ്ങനെ പട്ടുപാവാട എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിചാരിച്ച് വേണ്ടാന്ന്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഡ്രസ്സ് ഞങ്ങൾ എടുത്തത്. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് 2 പേർക്ക് ഒരേപോലത്തെ അതാണ് ഞങ്ങൾ എടുത്തത് ലാസ്റ്റ്. പിന്നെ മോളെ ആക്കിയിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമുക്ക് പത്തനാപുരത്തോട് വിട പറയാം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പത്തനാപുരത്ത് വരാം അല്ലേ. അമ്മേ ഒന്നും വാങ്ങിച്ചില്ല, എന്ത് തിരക്കാല്ലേ. ക്ഷീണിച്ചത്ര നടന്നപ്പോഴേ. കാച്ചിക്കൂടാനും ക്ഷീണിച്ചു പോയി. ചേച്ചി എവിടെ കാച്ചി? നമ്മുടെ ചേച്ചി എവിടെ? കാച്ചിക്കുട്ടൻ്റെ ചേച്ചി എവിടെ പോയി? നമ്മുടെ വാടാമല്ലി വാങ്ങിച്ചില്ലല്ലോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ പത്തനാപുരം പോക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ അവിടെ പോയി മോളെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ, തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ചേച്ചിയുടെയൊക്കെ വീടിൻ്റെ റോഡിന് തൊട്ട് മേളത്തെ കട കേട്ടോ. എവിടെ നിന്നൊക്കെ വന്നാലും ഞങ്ങൾ ഇവിടുന്ന് ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാതെ പോകാറേ ഇല്ല. അപ്പം പതിവ് പോലെ തന്നെ ഞങ്ങളവിടെ കയറിയിട്ട് സോഡ നാരങ്ങ വെള്ളം പിള്ളേർക്ക് ഫ്രൂട്ടിയും വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ അതുകൊണ്ട് നേരെ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പം പിള്ളേർ പിന്നെ കുഞ്ഞിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റേതായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് വലഞ്ഞു. ആ സമയത്തേക്ക് ഞങ്ങൾ വരികയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഓണമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസ്റ്റായിട്ട് ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഏട്ടൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ എൻ്റെ മോനെ ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവർ ചിക്കിങ്സ് ഇന്നലെ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതിയത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് വറുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഞാൻ പോയി എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ്. പിന്നെ ഓണം ആയതുകൊണ്ടും അതുപോലെ ഞങ്ങൾക്ക് പോകാൻ 2-3 ദിവസത്തെ ലീവിന് മാത്രം ഞങ്ങൾ വന്നതുകൊണ്ടും ഞാൻ പറഞ്ഞു എല്ലാവരും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് കേട്ടോ. ഞങ്ങൾ മാത്രം ഇനി വയറിളകി ഹോസ്പിറ്റലിൽ ഓണമായിട്ട് കിടക്കണ്ട, തിരുവോണമായിട്ട് നേരെ ഹോസ്പിറ്റലിൽ ഫുഡ് പോയ്സൺ അടിച്ച് കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും കഴിച്ചേ പറ്റത്തുള്ളൂ. പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്നിച്ച് ജോളിയായിട്ട് പോയി ഹോസ്പിറ്റലിൽ ഓണം ആഘോഷിക്കാം കേട്ടോ. എന്നിട്ട് എല്ലാവരെയും കൊണ്ട് ഓരോ പീസ്, പിള്ളേർക്ക് കൊടുത്തില്ല, ഞങ്ങളെല്ലാവരും ഓരോ പീസ് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ചേട്ടൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞു കൊണ്ടുവെക്ക്, നീ തിന്ന് തീർത്തിട്ട് വല്ല അസുഖം പിടിച്ച് കിടക്കാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അത് കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ കഴിക്കാൻ നിന്നില്ല, 2-3 പീസ് കഴിച്ചിട്ട് ബാക്കി കൊണ്ടുവച്ചു. ഇവിടെ മക്കളാണെങ്കിൽ ഓരോരുത്തരും ഓരോ ഫോണിൽ കളിച്ചോണ്ടിരിക്കും. കൊടുക്കാൻ പാടില്ല കേട്ടോ, കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൊടുക്കണം. ഒന്നാമത് ഇതിനകത്ത് പങ്കുള്ളവരെല്ലാം പ്രത്യേകിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറേ സമയമായിരുന്നു. അമ്മയുടെ 2-3 പ്രാവശ്യം അമ്മയുടെ വിളിയും കഴിഞ്ഞിട്ട് എന്താ വരാത്തേന്ന് പറഞ്ഞിട്ട് 9:30 ആയി. നമ്മൾ തിരുവോണത്തിനത് ഉത്രാടത്തിനത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണല്ലോ കിടന്നുറങ്ങാൻ. തിരുവോണത്തിനാകുമ്പോൾ പാത്രം ഒന്നും വേസ്റ്റ് വരരുതല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ചെന്ന് പൂവിൻ്റെ പണിയിലോട്ട് കിടന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഇവിടുന്നേ കൊണ്ടുപോകുന്ന പൂവുകളായിരുന്നു. വയനാട്ടിൽ നിന്ന് ഞങ്ങൾ പൂവൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ. അതിനകത്ത് മറ്റേ ചെണ്ടുമുല്ല, മറ്റേ എന്താ
വാടാമുല്ല മാത്രം ഇല്ലായിരുന്നു. അത് വാങ്ങിക്കണം എന്നൊക്കെ കരുതിയിട്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് സമയമൊന്നും കിട്ടില്ല. പത്തനാപുരത്ത് ആ തിരക്കുണ്ടായി, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഞുള്ളിപ്പറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പിള്ളേർ ഉറക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത് കേട്ടോ. മോള് ഭയങ്കര കരച്ചിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഏട്ടൻ ഇത് ഏറ്റെടുത്തിട്ട് ഞാൻ പിന്നെ മക്കളെ ഉറക്കാൻ വേണ്ടി പോയി. ഇതിനകത്ത് കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ ഏട്ടന് ബാക്കി കുറച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മോൾ ഉണർന്നത്. പിന്നെ ബാക്കി ഏട്ടനെ ഏൽപ്പിച്ചിട്ട് പോയി. ഏട്ടനാണ് കുറേയൊക്കെ എടുത്തത്, ബാക്കി കുറേയൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ അടുത്ത തിരുവോണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ട് അടുത്ത ദിവസം വരാം. ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ.